സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇർഫാനിയ പറങ്കിപ്പേട്ട അധ്യാപകൻ അബ്ദുൽ അസീസ് ഇർഫാനി ഉസ്താദ് സദസ്സിനെ അഭിമുഖീകരിക്കുന്നു, സഹർഷം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഇലമുമ്മത്ത് സയ്യിദന മുഹമ്മദ്, ഏറ്റവും വന്യരിൽ വന്യരായ മുത്തു ശൈഖുന അവറുകളെ, അതുപോലെ നമ്മുടെ സാഹിബുൽ മൗല, അതുപോലെ ഈ മഹത്തായ സ്റ്റേജിൽ ഉപവിഷ്ട അബൂബക്കർ ഉസ്താദർ അടക്കമാരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാന്മാരായ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും അതിന്റെ ശേഷമുള്ള സർവ്വ സമയങ്ങളിലും അല്ലാഹു തആല എല്ലാവിധ സലാമത്തുകളും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സർവ്വ ദോഷങ്ങളും അല്ലാഹു തആല ഈ മഹത്തായ ഇവിടെ ഇരുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ഇസ്തിഖാമത്ത് എന്നുള്ള ഈ സെഷനിൽ എന്താണ് ഇസ്തിഖാമത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതമുടനീളം ഇസ്തിഖാമത്തിലൂടെ ജീവിച്ച് മരിക്കാൻ നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. ഓരോ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ വരുന്ന ന്യൂനതകൾ, രോഗങ്ങൾ, ആ ഹൃദയത്തിനെ സംസ്കരിച്ചെടുക്കാൻ ഒരു സാധാരണക്കാരായ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് സ്വന്തമായി അതിനെ സംസ്കരിക്കാനോ നന്നാക്കാനോ അവനക്ക് കഴിയുകയില്ല. അള്ളാഹുവിന്റെ മഹാന്മാരായ മഹത്തുക്കളോട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയത്തിലേക്ക് അതിനെ നന്നാക്കിയെടുത്ത് ജീവിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ശരീരങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾ വരുന്നു, കൈകാലുകൾക്ക് മുറിവുകൾ ഏൽക്കുന്നു, നെഞ്ചുവേദന വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ നമ്മൾ സ്വയമായി ആരും തന്നെ ചികിത്സിക്കാറില്ല. നമ്മളെല്ലാവരും ഡോക്ടർമാരെ സമീപിച്ച് അതിനു വേണ്ടിയുള്ള എന്താണ് രോഗമെന്ന് കണ്ടെത്തി അതിനുള്ള ചികിത്സകൾ നേടി അതിനെ ഞങ്ങൾ സുഖപ്പെടുത്തുന്നു. അതേപോലെ ഓരോ മുഅ്മിനിന്റെ, ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് രോഗങ്ങൾ വരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തഉ കമാ യസ്തഉൽ ഹദീദ്. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പറയുന്നു, ഓരോ മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് രോഗങ്ങൾ വരുന്നു. അതിനെ ചികിത്സിക്കണമെങ്കിൽ ആ രോഗങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ അരികിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾ എന്താണെന്ന് അറിയുന്ന അള്ളാഹുവിന്റെ മഹാന്മാരായ മഹത്തുക്കൾ. അവരെ സമീപിച്ചാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങളെ സംസ്കരിച്ച് അതിനെ സുഖപ്പെടുത്തി നല്ലതായ നിലയ്ക്ക് അതിനെ പോറ്റാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തിലേക്ക് അതിന്റെ ഹയാത്ത്, ജീവിതം നിലനിൽക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ മഹാന്മാരെ നമ്മൾ സമീപിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ചത്തുപോകും. ബഹുമാനപ്പെട്ട ഇമാമന ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദുഖൂലു മഅസ്സൂഫിയ്യത്തി ഫർളു ഐനുൻ. ഓരോ മനുഷ്യനിക്കും അള്ളാഹുവിന്റെ മഹാന്മാരുടെ കൂടെ പ്രവേശിക്കൽ, അവരുടെ വഴിയിൽ പ്രവേശിക്കുക എന്നുള്ളത് ഫർള് ഐനാണ്. കാരണം ഇത് ലാ യഖൂലു മിൻ ഐബിൻ വ മർളിൻ,
ഇല്ലൽ അംബിയാ, അള്ളാഹുവിന്റെ അമ്പിയാക്കളായ മഹത്തുക്കൾക്കല്ലാതെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ അതിലുള്ള ഐബുകളോ അതിനെ അവർക്ക് മാറ്റിയെടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹാന്മാരായ മഹത്തുക്കളെ സമീപിച്ചാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾ മാറ്റി നമുക്ക് നല്ല നിലയ്ക്ക് ജീവിക്കാൻ വേണ്ടി, ഇസ്തിഖാമത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടി നമുക്ക് കഴിയുകയുള്ളൂ. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കളൊക്കെയും അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളെ സമീപിച്ചത് അത് അവരുടെ ഹൃദയത്തെ സംസ്കരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വെറും ഇൽമു മാത്രം പഠിക്കാൻ വേണ്ടിയല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് വരുന്ന ഓരോ സ്വഹാബാക്കളെയും അവരുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യ കാലഘട്ടത്തിൽ വളരെ മോശപ്പെട്ട ഡാർക്ക് ഏജ് യുഗം എന്ന് വിശേഷിപ്പിച്ചിരുന്ന വളരെ താണതായ ഒരു അവസ്ഥയിലായിരുന്നു അവർക്കും ആദ്യമായി ഉണ്ടായിരുന്നത്. പക്ഷേ നബി തങ്ങളുടെ അരികിലേക്ക് വന്നപ്പോൾ പിന്നീട് അവർ സംസാരിക്കുന്നത് ഹബീബ് തങ്ങളുടെ ഹളറത്തിലേക്ക് ഒരു നിമിഷം വന്ന് ഇരുന്നാൽ മതി, പിന്നീട് അവരുടെ സ്വഭാവങ്ങൾ മാറുന്നു, അവരുടെ അവസ്ഥകൾ മാറുന്നു, പിന്നീട് അവരുടെ സംസാരങ്ങൾ വെറും ഹിക്മത്തിന്റെ സംസാരങ്ങളാണെന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹാന്മാർ നമുക്കൊക്കെ പറഞ്ഞു തരുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ ആ സ്വഹാബാക്കളെ ഓരോ സമയത്തിലും അവർക്ക് തർബിയത്ത് ചെയ്ത് വേണ്ടതായ ഉപദേശങ്ങളും മറ്റും കൊടുത്ത് അവരെ ഏറ്റവും ഉന്നതരിൽ ഉന്നതരായ മനുഷ്യരാക്കി മാറ്റിയത് അത് ഹബീബ് തങ്ങളാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധ കഅബാലയത്തിലേക്ക് ചാരിയിരിക്കുന്ന സമയത്തിൽ ഒരു പറ്റം സ്വഹാബാക്കൾ വന്നുകൊണ്ട് പുണ്യ ഹബീബിനോട് പറയുന്നു, നബിയേ, വല്ലാത്ത വിഷമമാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, സഹിക്കാൻ കഴിയുന്നില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ നമ്മളെ വല്ലാത്ത ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട്, കല്ലെറിയുകയാണ്. ജീവിതമായിസത്തിന് വേണ്ടി ഒന്ന് പുറത്തിറങ്ങണമെന്ന് കരുതിയാൽ പോലും അവർ സമ്മതിക്കുന്നില്ല നബിയെ, അവർ ആക്രമിക്കുകയാ. അതുകൊണ്ട് അങ്ങേയൊന്ന് അവർക്കെതിരായിട്ടൊന്ന് ദുആ ചെയ്താലും എന്ന് മുത്ത ഹബീബ് തങ്ങളോട് പറഞ്ഞപ്പോ നബി തങ്ങൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, അഫഹസിബതും തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാ വല്ലറാഉ വസിൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. അല്ലയോ സ്വഹാബ, നിങ്ങൾ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുൻഗാമികളായ ഓരോ സമുദായത്തിന്റെയും അവസ്ഥ, അവരിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ വലിയൊരു കുഴി ഉണ്ടാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരെ പിടിച്ചുകൊണ്ട് വലിയ കുഴിയിൽ നിർത്തി അരവരെ മണ്ണിട്ട് മൂടിക്കൊണ്ട് നല്ല മൂർച്ചയുള്ള ഈർച്ചവാള് കൊണ്ടുവന്നുകൊണ്ട് അവന്റെ മൂർധാവിൽ വെച്ച് 2 കഷ്ണങ്ങളാക്കുന്ന ഒരു സമ്പ്രദായം അവരിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്ന് ഒരാൾക്കും അവർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിന് അതൊരു തടസ്സമായിട്ടില്ല എന്ന് ഹബീബ് തങ്ങൾ അവരെ പറഞ്ഞുകൊണ്ട് അവരുടെ ഹൃദയത്തെ സംസ്കരിച്ചെടുക്കുകയാണ്. അതൊക്കെയും മഹാന്മാരുടെ ഒരു തർബിയത്തിന്റെ വഴിയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ ഒരിക്കൽ സ്വഹാബാക്കളെ കൂട്ടിരുത്തിക്കൊണ്ട് നബി തങ്ങളുടെ ഇഷ്ടങ്ങൾ അവിടുന്ന് പറയുകയാണ്. ഓരോ സ്വഹാബാക്കളോട് ചോദിച്ചോ, അല്ലയോ ഉമറേ, നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചപ്പോ ഓരോ സ്വഹാബാക്കളും അവരുടെ ഇഷ്ടങ്ങൾ അവർ പറഞ്ഞു. അവസാനമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അല്ലയോ സിദ്ദീഖേ, നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന്, നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചപ്പോ ഹബീബ് തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, അന്നളുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, എനിക്ക് എന്റെ ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് എന്റെ ഏറ്റവും ഇഷ്ടം.
അതാണ് സ്വഹാബാക്കൾ. അള്ളാഹുവിന്റെ ഹബീബിനെ നോക്കിയിരിക്കൽ തന്നെയാണ് അവർക്ക് ഏറ്റവും, ദുനിയാവിൽ എന്ത് ലഭിച്ചാലും നബി തങ്ങളുടെ കൂടെ സഹവസിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ സുഹബത്ത് കിട്ടുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷം, ആ സന്തോഷത്തെക്കാളും വേറെ ഒരു സന്തോഷം അവർക്കുണ്ടായിരുന്നില്ല. അതാണ് മുഹബ്ബത്ത് എന്ന് പറയുന്നത്. ആ മുഹബ്ബത്തിലൂടെയാണ് അവരൊക്കെയും ഖൈറു ഉമ്മ, ആ സമുദായത്തിൽ വെച്ച് ഏറ്റവും ഉന്നതരായ, ഉന്നതരിൽപ്പെട്ട മഹത്തുക്കളായ സ്വഹാബാക്കളൊക്കെയും അത്രയും വലിയ സ്ഥാനം അവർക്ക് കൈവരിക്കാനുള്ള കാരണം അതാണ്. അവർ നക്ഷത്ര തുല്യരാണ്. അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ പറഞ്ഞു, ആ സ്വഹാബാക്കൾ അവർ നക്ഷത്ര തുല്യരാണ്. അവരെ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിലേക്ക് എത്തും. അത്രയും വലിയ സ്ഥാനത്തിലേക്ക് അവർ എത്തിയത് ആ ഹബീബ് തങ്ങളോടുള്ള സുഹബത്ത് കൊണ്ടാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഓരോ മുഅ്മിനും അവൻ എത്ര ഇബാദത്ത് ചെയ്താലും, എത്ര ദിക്റുകൾ ചൊല്ലിയാലും, എത്ര ഖുർആനുകൾ ഓതിയാലും നമുക്കൊരിക്കലും നമ്മുടെ ഹൃദയത്തെ സംസ്കരിച്ച് നല്ലവരായി ജീവിക്കാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളൊക്കെയും ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം നമുക്കെടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് പുകഴ്ത്തി പറഞ്ഞതായ അത്രയും വലിയ ആലിമായ ബഹുമാനപ്പെട്ട, ലോകം കണ്ട അറിഞ്ഞ, ലോകം തന്നെ അവിടുന്ന് അറിഞ്ഞതായ വളരെ മഹത്വമുള്ള ബഹുമാനപ്പെട്ട വലിയ ആലിമായ ബഹുമാനപ്പെട്ട ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരിക്കലും തന്നെ സ്വന്തം ഇൽമു മതി എനിക്ക് രക്ഷപ്പെടാനെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ടവർക്ക് ഒരു ശൈഖ് ഉണ്ടായിരുന്നു, ഇബ്നു അറബി തങ്ങൾ. ബഹുമാനപ്പെട്ടവരുടെ എപ്പോഴും അവിടുന്ന് സന്ദർശിക്കുകയും ആ ശൈഖ് അവറുകൾ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവിടുന്ന് ഇസ്തിഖാമത്തോടെ ജീവിച്ചു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർക്ക് അത്രയും വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം. അതുപോലെ ഓരോ മഹത്തുക്കൾ, 4 മദ്ഹബിന്റെ ഇമാമുകളും അങ്ങനെ തന്നെയാണ്. ഓരോ മഹാന്മാരെ പിൻപറ്റി ജീവിച്ചവരാണ്. ഒരു ശൈഖും അതുപോലെ തന്നെ മുരീദും ഒരു സ്വാഹിബും മസ്ഹൂബും എന്നതുപോലെ ഓരോ മശായിഖന്മാരെ മഹത്തുക്കളെ പിൻപറ്റി ജീവിച്ചത് കൊണ്ടാണ് അവർക്കൊക്കെയും വലിയ വലിയ സ്ഥാനങ്ങൾ അവർക്ക് കിട്ടിയത്. ഒരിക്കലും തന്നെ ആ ബഹുമാനപ്പെട്ട ശാഫിഈ റളിയല്ലാഹു അൻഹു ഞാൻ പഠിച്ച ഇൽമു മതി എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, അതെനിക്ക് മതി, വേറെ അമലുകളൊന്നും എനിക്ക് വേണ്ട എന്ന് നമ്മളെ പോലെ അവർ ആരും പറഞ്ഞിട്ടില്ല. നമ്മളെക്കാളും എത്രയോ ഇൽമുള്ള, എത്രയോ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള വലിയ വലിയ മഹത്തുക്കളൊക്കെയും അവർ ഓരോ മശായിഖന്മാരെ, ഒരു ശൈഖിനെ പിൻപറ്റി ജീവിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് നല്ലവരായി ജീവിച്ച് ഇസ്തിഖാമത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ വേണ്ടി സാധിച്ചു. ബഹുമാനപ്പെട്ട ഇമാമുനാ റാസി റളിയല്ലാഹു അൻഹു, ഞാൻ നിർത്തുകയാണ്. ഒരുപാട് ഖുർആനിന്റെ തഫ്സീറുകൾ എഴുതിയ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാമുനാ റാസി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്ന സമയത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ശൈഖ് എത്രയോ കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഒരു ജുമുഅ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിൽ കാലിൽ ഒരു തട്ടുകയാണ്. ജുമുഅ ഒക്കെ കഴിഞ്ഞു. അവിടുന്ന് ശിഷ്യന്മാർ ബഹുമാനപ്പെട്ട റാസി റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖിനോട് ചോദിച്ചു, നിങ്ങൾ പതിവിന് വിപരീതമായി കൊണ്ട് കാലുകൊണ്ടൊരു തട്ട് കൊടുക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാമുനാ റാസി റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖ് അവറുകൾ പറയുകയാണ്, എത്രയോ കിലോമീറ്റർ ദൂരത്തിലുള്ളതായ എന്റെ മുരീദായ റാസി, അദ്ദേഹം വഫാത്താകുന്ന സമയത്തില് ഈമാനിനെ പഴപ്പിക്കാൻ വേണ്ടി ശൈത്താനാകുന്ന ഇബ്ലീസ് അവിടുന്ന് ഈമാൻ പഴപ്പിക്കാൻ വേണ്ടി വന്നപ്പോ
ഞാൻ ഇവിടുന്ന് ആ ഇബ്ലീസിനെ എന്റെ കാല് കൊണ്ട് തട്ടി തെറിപ്പിച്ചതാണെന്ന് അവിടുന്ന് അവരോട്, ആ മുരീദന്മാരോട് ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്ര വലിയ ആലിമായാലും, എത്ര വലിയ ആബിദായാലും, എത്ര വലിയ ഇബാദത്ത് ചെയ്തവനായാലും അവസാനമായി കൊണ്ട് മരിക്കുമ്പോ അവൻ ഈമാനോടെ മരിക്കണമെങ്കിൽ ഒരു ശൈഖിനെ പിൻപറ്റൽ അത്യാവശ്യമാണ്. അതാണ് മഹത്തുക്കളൊക്കെ കിതാബുകളോട് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറഞ്ഞത് അതാണ്, അതുകൊണ്ട് ഓരോരുത്തരും ഓരോ മശായിഖന്മാരെ പിൻപറ്റൽ നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള മഹത്തുക്കളെ പിൻപറ്റി നമുക്ക് നല്ലവരായി ഇസ്തിഖാമത്തോടെ ജീവിക്കാൻ അല്ലാഹുവേ നമുക്കൊക്കെ തൗഫീഖ് നൽകണേ റബ്ബേ. ആ മഹാന്മാരുടെ പൊരുത്തത്തിലായി ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഭാവികളായ നമ്മെ പെടുത്തണേ അല്ലാഹ്. ഈ മഹത്തായ ഈ സമ്മേളനത്തിന്റെ വേദിയിൽ ഒരുമിച്ച് കൂടിയ നമ്മൾക്കൊക്കെയും അവിടെ നാളെ ആഖിറത്തിൽ വെച്ച് മൂത്ത മൗലാ തങ്ങളുടെ ചാരത്ത് അവരുടെ പൊരുത്തത്തിലായി ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവര്, നമ്മെ സ്നേഹിക്കുന്നവര്, നമ്മെ സഹായിക്കുന്നവര്, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്നവര് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തുക്കളോടുള്ള മഹബത്തിനെ സംബന്ധിച്ച് സമഗ്രമായ ഉത്ബോധ ഭാഷണം നടത്തിയ ഉസ്താദ് അസീസ് ഇർഫാനി എന്നവർക്ക് 1000 അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു.